തെക്കേക്കാവിൽ വേലയാണല്ലേ? വെട്ടം വിളിച്ചൊക്കെ കാണുന്നുണ്ട്. നീ ആ ബീഡിക്കെട്ടൊക്കെ മാറ്റി വെച്ചേക്ക്, ആരോ വരണ പോലെ. തെക്കേക്കാവിൽ ആട്ടത്തിന് വന്നിരിക്കുന്ന ആരാന്നറിയോ? ആരാ? കേളു. അവന്റെ അവസാനത്തെയാ. ഒന്നും മറന്നിട്ടില്ല. ഒരാളും സമയത്തിനെത്തില്ല, ഒന്നും പഠിക്കുകയും ചെയ്യില്ല. എല്ലാം അറിയാമെന്ന ഒരു ഭാവമാണ് എല്ലാവർക്കും. ഞങ്ങളുടെ കാലത്തൊക്കെ ഗുരുക്കന്മാർ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് അത് പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കുകയും ചെയ്യില്ല, എല്ലാം അറിയാമെന്നൊരു ഭാവമാണ് നിങ്ങൾക്ക്. ചുട്ടി കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുടെ ഉദാത്ത ഭാവമാണ്. വിവിധ ചായങ്ങൾക്ക് വിവിധ അർത്ഥങ്ങളാണ്, വിവിധ സൗന്ദര്യങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ചുട്ടികുത്തേണ്ടത്. നാമം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല അരങ്ങേറ്റത്തിന്. എന്നിട്ടും മനയോല തേക്കാൻ ഇപ്പോഴും അറിയില്ല. ആ, വളരെ നേരത്തെയാണല്ലോ. ചിന്ന, ആ അപ്പുറത്തുനിന്ന് മനയോലയും കരിമഷിയും കൊണ്ടുവരൂ. ആരാടാ നീ? നീ എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറിയേ? അല്ലട്ടാ, ഇവിടെ വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ അല്ല, ഇവിടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് ഉറങ്ങിപ്പോയതും അറിഞ്ഞില്ല. ഉറക്കം വന്ന എവിടെ കിടക്ക?
പോടാ. ആശാന്റെ കണ്ണി വിടാണ്ട് വേഗം വിട്ടോ. പോടാ പോടാ. അവന് കിടക്കാണ്ടൊരു സ്ഥലം. രുദ്രന്റെ ശ്രദ്ധ ഇവിടെയൊന്നുമല്ലേ? കാണിച്ചു തന്നതോ ഒന്നും തന്നെ ചെയ്തു നോക്കിയിട്ടില്ല അല്ലേ? നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വേദിയിൽ കയറി ചുമ്മാ ആടിയാൽ മാത്രം പോരാ, മുഖത്ത് ചായമിടാനും അറിഞ്ഞിരിക്കണം. ചന്ദ്രേട്ടാ, ആ, ഞാൻ ഇട്ട് കൊടുത്തോട്ടെ? ഇവൻ പോയില്ലേ? കുടുംബക്ഷേത്രത്തിലെ ഉത്സവം കൊഴുക്കുന്നുണ്ട്. കൂടെ നിന്റെ അരങ്ങേറ്റം ഉണ്ടല്ലോ. അരങ്ങേറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ നടന്നോളും. ആ നാരായണ, എന്തായി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ? അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ വേദിയിൽ ആട്ടത്തിന് കയറുന്നത് രുദ്രനല്ല. പിന്നാര്? കേളു. അതെങ്ങനെ ശരിയും? നിന്നോട് ഇതാരാ പറഞ്ഞേ? പറഞ്ഞതല്ല, അത് ഞാൻ കേട്ടതാണ്. എവിടുന്ന്? അത് ആശാന്റെ അടുത്തുനിന്ന്. അപ്പൊ അങ്ങനെയാണ് ഉത്സവത്തിലെ കിടപ്പ് അല്ലേ? ഇങ്ങനെ എവിടുന്നോ വലിഞ്ഞു കയറിയെന്ന് വന്ന് നമ്മുടെ അമ്പലത്തിൽ കിടന്നങ്ങ് ആടണ്ട. എങ്കിലും അവന്റെ ആട്ടൊന്നും എനിക്ക് കാണണം. രുദ്രേട്ട വിട്. നേരിട്ട് തന്നെ മുന്നേ എനിക്ക് ആശാന്റെ അടുത്തെത്തണം. ഭദ്ര കൈ പിടിക്കണം. രുദ്രേട്ട മുഖത്ത് ചുറ്റിവെത്താനുള്ളതാ. ഒരു ദിവസം ആടിയില്ലെന്ന് വെച്ചേ ഈ ഭൂമി തൊടിഞ്ഞു വിടാൻ മോളിയാ. എന്നും നിനക്ക് മാത്രം ആടിയാ മതിയാ, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് അവിടെ? രുദ്രേട്ട വിട്. വിടാ 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 വിടാ. നേരം ഇരുട്ടി തുടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട്, മോനിവിടെ കിടന്നൊരു ആട്ടാടണം. അതിനുള്ള ചുട്ടി ഈ വടക്കേടത്തേടെ നമ്മൾ കുത്തിത്തരാം. നാരായണ, ആ കരിയങ്ങെടുത്തേ. ആ മുഖം കാണിച്ചു കൊടുക്കടാ. മോനൊരു ചുട്ടി കുത്തണ്ടേ? വേണ്ട. നേരം പിടിക്കടാ. ഓടിക്കോ. എന്താ അവിടെ? കേളില്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്താ പോലെ പറ്റിയത്? നാരായണ, ആശ നമ്മളെ കണ്ടിണ്ടാവോ?
അവരിപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ട് അല്ലേ? പുറത്തെ മുറിവ് മാത്രമാണ് കിട്ടുള്ളൂ ചന്ദ്രേട്ടാ. അകത്ത് ഇപ്പോഴും നീട്ടില്ല. കേളു, വൃക്ഷങ്ങൾ സമൂഹത്തിന് അത്യാവശ്യമാണ്. എന്നാൽ കീഴെയുള്ള ചെറുചെടികളെ, വളരാൻ തടസ്സം നിൽക്കുന്ന പാഴ്മരങ്ങളെ വെട്ടിമാറ്റണം, പിഴുതെറിയണം. ആശാനെ, കേളുവിൻ്റെ ഇന്നത്തെ കൂലി? അതെങ്ങത്താ ചിന്ന? അതല്ല ആശാനെ, കൂലി കാണിച്ചാൽ വടക്കേടത്ത് നിന്ന് മേടിക്കാൻ പറഞ്ഞു. ഇനി എന്നെ തിരക്കണ്ട ചന്ദ്രേട്ടാ.